വിവാദങ്ങളെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കാണുന്ന ഇടതുപക്ഷത്തെ മന്ത്രിമാരിൽ ഒരാൾ പൊതുമരാമത്ത് വകുപ്പ് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസാണ് തവണ QAT നമുക്കിപ്പം. നമസ്കാരം മിസ്റ്റർ. നമസ്കാരം. സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എന്ന് പറഞ്ഞെങ്കിലും ഇപ്പം ഈ ഇന്റർവ്യൂവിന് ഇരിക്കുന്ന സമയത്തും ഉണ്ട് സി പാത്വേയുടെ ശിലാഫലവുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസ് അല്പത്തരം എന്നൊക്കെ പറയുന്നുണ്ട്. അതെ, അത് ഊഹിച്ചാൽ മതി. അതിൽ ഒരു നിലപാട് അങ്ങനെ സർക്കാരോ മന്ത്രിയോ എടുക്കുമോ എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ആ കണ്ണൂരിലെ ഈ പദ്ധതി മുമ്പ് UDF ഭരണകാലത്ത് നവീകരിക്കപ്പെട്ടു. അതിനുശേഷം 2022 കൂടുതൽ തുക, അതിലും ഒക്കെ ഒരുപാട് തുക ചെലവഴിച്ചുകൊണ്ട് LDF സർക്കാരിൻ്റെ കാലത്ത് നവീകരിച്ചു. പിന്നെ ഇപ്പോൾ 3 കൊല്ലം കഴിഞ്ഞാണ് ഞാൻ പങ്കെടുത്ത ഉദ്ഘാടന പരിപാടി കഴിഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞാണ് ഇങ്ങനെയൊരു വാർത്ത വരുന്നത്. അതായത് അന്ന് നവീകരിക്കപ്പെട്ട കല്ല് എടുത്തു മാറ്റിയിരിക്കുന്നു. സാധാരണ അങ്ങനെ എടുത്തു മാറ്റേണ്ട പ്രശ്നം വരുന്നില്ല. ഓരോ കാലഘട്ടത്തിൽ ഈ നവീകരണത്തിൻ്റെ കല്ലുകൾ അവിടെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഒരു പുതിയ നവീകരണം വരുന്നത് ആ പദ്ധതിക്ക് ഗുണമാണ്, നാടിന് ഗുണമാണ്. അപ്പോൾ എല്ലാ കാലത്തും അങ്ങനെ വരാറുണ്ട്. അപ്പോൾ വാർത്ത കണ്ടപ്പോൾ അതെന്തിനങ്ങനെ മാറ്റി എന്നുള്ള വിശദീകരണം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ടൂറിസം സെക്രട്ടറി ചുമതലപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ അത് മന്ത്രി അറിഞ്ഞുകൊണ്ട് നേരിട്ട് ചെയ്തതാണെന്നുള്ളതിൽ വലിയ പ്രചരണം നടക്കുന്നു. ഞാനതുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ഏത് കാലത്തെ ഭരണത്തിലെയും വികസന പ്രവർത്തനങ്ങളെ നമ്മൾ ബഹുമാനിക്കുകയാണ്. അത് X or Y ഏത് സർക്കാരോ ഏത് മന്ത്രിയോ ചെയ്താലും അതിനെ നമ്മൾ ബഹുമാനിക്കണം. അതിനെ നമ്മൾ ആ അർത്ഥത്തിലാണ് കാണേണ്ടത്. അതിനെ ഇനി ആരെങ്കിലും വിചാരിച്ച് അത് ഇല്ലാതാക്കി കളയാമെന്നുള്ള നിലപാട് ശരിയല്ല. അങ്ങനെ ആരും എടുക്കാനും പാടില്ല. ഇടതുപക്ഷം അങ്ങനെ എടുക്കാറുമില്ല. അപ്പോൾ അതിനെ ആ അർത്ഥത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതൊരു കോമൺ മാൻ ചിന്തിക്കുമല്ലോ, ഒരു മന്ത്രിക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ, അങ്ങനെ ഒരു കല്ലെടുത്ത് മാറ്റിച്ച് പോകേണ്ടതുണ്ടോ? കല്ലവിടെ ഇഷ്ടം പോലെ വെക്കാൻ സ്ഥലമുണ്ടല്ലോ, പിന്നെ ഇതവിടെ നിന്ന് എടുത്ത് മാറ്റേണ്ട ആവശ്യം എന്താണ് എന്നൊക്കെ കോമൺ പീപ്പിൾ പൊതുവേ ജനം ചിന്തിക്കും, ജനം മനസ്സിലാക്കുമെന്നുള്ള നല്ല ആത്മവിശ്വാസം ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതിനെ അങ്ങനെ എടുത്തിട്ടുണ്ട്. നിങ്ങളെ ഭാഷയെ കടമെടുത്ത് പറഞ്ഞാൽ സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി എടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയപരമായിട്ട് അപ്പുറത്തു നിന്നുള്ള അത്തരം ആരോപണങ്ങളും ആക്രമണങ്ങളും ഒക്കെ സ്വാഭാവികമാണ്. നിങ്ങൾ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അത് പുതിയ കാര്യമല്ല. പക്ഷേ ഇങ്ങനെ ആക്രമണം നേരിട്ട മറ്റൊരു രാഷ്ട്രീയ നേതാവോ മന്ത്രിയോ ഇപ്പോൾ ഈ സർക്കാരിലുണ്ടാവില്ല. അതെന്താ നിങ്ങൾക്ക് ഊഹിച്ചൂടെ? ഞാനിപ്പോൾ നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കണം, തിരിച്ച് ഒരു മനുഷ്യൻ എന്നുള്ളതിൽ നിങ്ങളോട് ചോദിക്കുക എന്തായിരിക്കും അതിൻ്റെ കാരണം? മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന രീതിയിൽ അങ്ങനെ ആയതുകൊണ്ട് ഒരാൾ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമണം അല്ല. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ നിങ്ങളിപ്പോൾ അത് പറഞ്ഞു. അതല്ലാതെ പിന്നെ എന്തായിരിക്കും? നമ്മളത് അങ്ങനെ ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ അറിയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ തുടർഭരണം ഉണ്ടായി. തുടർഭരണത്തിന് പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പൊതുവേ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ജനം അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇടതുപക്ഷത്തിൻ്റെ ഭരണം ഉണ്ടാകാതിരിക്കണമെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയെ ആക്രമിക്കണം. അതായത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ശരീരത്തിൻ്റെ തല എന്ന് വിശേഷിപ്പിക്കാവുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറുമായ പിണറായി വിജയനെ ആക്രമിക്കണം. ആ ആക്രമണമാണ് വലിയ നിലയിൽ നടക്കുന്നത്. അപ്പം അത് തുടർന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഭാഗമായി പല നിലയിലേക്കുള്ള രീതികളുണ്ടാകും. അപ്പോൾ നമ്മളിത്തരം അക്രമങ്ങൾ എടുത്ത് പരിശോധിക്കും, അതായത് വ്യക്തിഹത്യകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഞാൻ പ്രതിദാനം ചെയ്യുന്ന വകുപ്പുമായി ബന്ധപ്പെട്ടോ വ്യക്തിപരമായി ഞാനുമായി ബന്ധപ്പെട്ടോ ഉള്ള പ്രശ്നങ്ങളല്ല ഭൂരിപക്ഷവും വിവാദമായി വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു വലിയൊരു ശതമാനവും അതൊന്നുമായി ബന്ധപ്പെടാത്ത കാര്യങ്ങളാണ് വിവാദമായി വരുന്നത്. ഊഹിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഇടപെട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പുകമറ സൃഷ്ടിച്ചുള്ള വാർത്തകളാണ്. അപ്പോൾ അതിനെല്ലാ വാർത്തക്കും നമ്മൾ മറുപടി കൊടുത്ത് പോകേണ്ടതുണ്ടോ? ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ അർത്ഥത്തിൽ കാണുക, ജനത്തിന് വിട്ടുകൊടുക്കുക. അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നൊരു നേതാവ് ഇതിങ്ങനെ റദ്ദാക്കപ്പെടേണ്ട ഒരാളല്ല, ഈ രീതിയിൽ ഈ ഒരു ലേബലിൽ മാത്രം ചുരുക്കിക്കളയേണ്ട ആളല്ല എന്ന് ഉള്ളിലൊക്കെ തോന്നിയിട്ടുണ്ടാവില്ലേ? ഇങ്ങനെ ആക്രമണം ഇത്രയും ലാഘവത്തോടെയാണോ ശരിക്കും? അല്ല, ഉള്ളിൽ തോന്നിയോണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. നമ്മളെ വളഞ്ഞിട്ടടിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അടിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിന് കൃത്യമായൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം അവർക്കിനി അധികാരത്തിലെത്തുക എന്നുള്ളതാണ്. അധികാരത്തിലെത്തിയ അഴിമതിയൊക്കെ നല്ല നിലയിൽ നടത്തുക.
അപ്പോൾ ആ ലക്ഷ്യം വെച്ച് അടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വളഞ്ഞിട്ട് അടിക്കാൻ തീരുമാനിച്ച് നമ്മളവരെ കാലൊന്നും പിടിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ മനസ്സിലിങ്ങനെ വിഷമിച്ചിട്ട് അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മളതിനെ നേരിടുക എന്നുള്ളതാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇനിയുള്ള ദിവസം ഓരോ ദിവസം അടി വരും. ഇപ്പം തന്നെ ഞാൻ നോക്കുമ്പോൾ എന്നോടൊരു സുഹൃത്ത് പറഞ്ഞത് ശരാശരി ഒരു 2 വ്യക്തിപരമായ ആരോപണം വെച്ച് വരുന്നത് ഒരു മാസം അങ്ങനെ നോക്കുമ്പോൾ ഇത്രയധികം വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിനിയും കൂടുമെന്നാണ് എൻ്റെ ഒരു സുഹൃത്ത്. അതായത് ദിവസം 2 വെച്ച് നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ കാണാം. ആരോപണങ്ങളുടെ ഒരു കണക്കെടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾ തന്നെ സ്വയം പരിശോധിക്കുക, ഞാൻ പറയണ്ട. ഇപ്പോൾ ഈ മന്ത്രിസഭയിൽ അംഗമായതിനു ശേഷം 100 കണക്കിന് ആരോപണങ്ങൾ, എന്താണ് സംഭവം എന്നുള്ളത് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത നിലയിലുള്ള വിഷയങ്ങളിൽ പോലും വന്നിട്ടുണ്ട്. എന്താണത് എന്നുപോലും എനിക്കറിയാത്ത വിഷയങ്ങളിൽ വന്നിട്ടുണ്ട്. ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനെ വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. അതിനോട് എടുക്കേണ്ട സമീപനം പോസിറ്റീവായിട്ടാണ്. ഈ അങ്ങനെ ചെയ്യുമ്പോഴും വല്ലാതെ പ്രകോപിപ്പിക്കുന്ന ചില മൂമെൻറ്റ്സ് ഉണ്ടാവാറുണ്ട്. ഇപ്പം ബേപ്പൂർ എന്ന് പറഞ്ഞു, ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നു. അൻവർ വളരെ കൃത്യമായിട്ട് പരാമർശങ്ങൾ നടത്തുന്ന ഒരാളാണ്. അൻവർ ബേപ്പൂരിലേക്ക് വരികയാണ്, മത്സരിക്കാൻ പോകണേ എന്നുള്ള ഇതൊക്കെയുണ്ട്. അപ്പോൾ ഇതിലും വലിയ ആക്രമണങ്ങളൊക്കെ ഒരു വശത്ത് പ്രതീക്ഷിക്കാമല്ലോ. അതെങ്ങനെ കാണുന്നത്? അല്ല, ഞാൻ പൊതുവേ എല്ലാം അങ്ങനെയാണ് കാണുന്നത്. എല്ലാത്തിൻ്റെയും പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ടാവും, കൃത്യമായ ഒരു കാര്യവും കാരണവും ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. എന്തിനും ഇതിൻ്റെ പിന്നിലൊരു അജണ്ട ഉണ്ടാവും, ഒരു രാഷ്ട്രീയം ഉണ്ടാവും. അതിൽ നമ്മൾ ആ അർത്ഥത്തിൽ നമ്മൾ കറക്റ്റാവുക, നമ്മൾ ശരിയായി നിലപാട് സ്വീകരിക്കുക, പരമാവധി വൈകാരികമായി പ്രതികരിക്കാതിരിക്കുക. മനുഷ്യനാണ്, പലപ്പോഴും ചിലപ്പോൾ വിഷമം വരും. നമുക്ക് മാത്രമല്ല, നമ്മുടെ അടുത്ത ആളുകൾക്കും അതിൻ്റെ ഭാഗമായി പലതരത്തിലുള്ള പ്രയാസങ്ങൾ നേരിട്ടേക്കാം. പക്ഷേ അതൊക്കെ മനസ്സിലുണ്ടെങ്കിലും നമ്മൾ സമചിത്തതയോടുകൂടി വിഷയത്തെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ പോയാലേ നമുക്ക് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. കുടുംബാംഗങ്ങളും, ഞാൻ ആ ചോദ്യത്തിലേക്ക് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് കിടക്കുകയല്ല, എങ്കിലും കുടുംബാംഗങ്ങളടക്കം ഇങ്ങനെ ഒരു തുടർ വ്യക്തിഹത്യ പോകുമ്പോൾ അത് ഇത്ര ലഘുവായിട്ട് മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് അങ്ങനെ എടുക്കാൻ കഴിയുമോ? അല്ല, അത് നമ്മൾ ഒരു പ്രശ്നം തന്നെയാണ്. പ്രശ്നം തന്നെയാകുമ്പോൾ നമ്മളതിനെ വസ്തുതയായിട്ട് കാണുക. നമ്മളിപ്പോൾ അത് പ്രശ്നമാണെന്ന് പറഞ്ഞ് പോയി കരഞ്ഞ് കാല് പിടിച്ചോ, അല്ലെങ്കിൽ നമ്മുടെ നിലപാടിൽ വെള്ളം ചേർത്തോ, അല്ലെങ്കിൽ നമ്മൾ രാഷ്ട്രീയ അഭിപ്രായം പറയാതെ മിണ്ടാതിരുന്നോ ഒക്കെ പോകുന്ന രീതി പിന്നെ നമ്മളല്ലാതാവുമല്ലോ. നമ്മളെ ഏൽപ്പിച്ച പണി ചെയ്യുക, സർക്കാരിനെതിരെ വരുന്ന, നമ്മുടെ സഹപ്രവർത്തകർക്കെതിരെ വരുന്ന, നമ്മുടെ പ്രസ്ഥാനത്തിനെതിരെ വരുന്ന അക്രമങ്ങൾക്ക് മറുപടി നൽകുക. അതിൻ്റെ പ്രതിരോധമായിട്ട് നമ്മൾ മാറണം. അപ്പോൾ അതാണ് ഇതുവരെയും ചെയ്തിട്ടുള്ളത്. അത് പല നിലയിലും അക്രമങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. കുടുംബമായിട്ട് വരുന്ന അത് വ്യക്തിപരമായിട്ട് അത് നമ്മൾ വ്യക്തിപരമായി വരുന്ന കാര്യങ്ങൾക്ക് നമ്മൾ മറുപടി പറയാതിരിക്കുക പരമാവധി. എന്നാൽ രാഷ്ട്രീയമായ കാര്യങ്ങൾ നമ്മൾ മറുപടി പറയണം. ഇപ്പം നമ്മുടെ സഹപ്രവർത്തകരായ മന്ത്രിമാർ, ആ മന്ത്രിമാർ വേട്ടയാടപ്പെടുമ്പോൾ നമ്മൾ നമ്മുടെ നിലപാട് പറയണോ? അത് നമ്മുടെ വകുപ്പുമായിട്ടൊരു ബന്ധമില്ലാത്തതാണ്, അല്ലെങ്കിൽ നമ്മളുമായിട്ടൊരു ബന്ധമില്ലാത്തതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിൻ്റെ പൊതുജന ആരോഗ്യ മേഖല ശക്തമാണോ? ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെ നടത്തുന്ന അക്രമത്തിൻ്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്ന് നമ്മൾ പറയണമല്ലോ. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖല മാതൃകാപരമാണ്. വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരെ നടക്കുന്നത് ശരിയായ നിലപാടല്ല എന്ന് നമ്മൾ പറയണമല്ലോ. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല മാറ്റങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രചരണം തെറ്റാണ് എന്ന് നമ്മൾ വിളിച്ചു പറയണമല്ലോ. അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. രാഷ്ട്രീയമായി എടുത്താൽ നമ്മുടെ പാർട്ടി നേതാക്കന്മാർ, സംസ്ഥാന സെക്രട്ടറി മുതൽ മുഖ്യമന്ത്രി മുതൽ നമ്മുടെ പാർട്ടി നേതാക്കന്മാർക്കെതിരെ വ്യക്തിപരമായ അക്രമം വരുമ്പോൾ നമ്മൾ ചെറുക്കണ്ടേ? നമ്മൾ ചെറുക്കണം. പക്ഷേ നല്ല ഭാഷയിൽ, നല്ല നിലയിൽ നമ്മളത് ജനങ്ങളോട് പറയണം. ഈ ഇൻ്റർനാഷണൽ ഓഡിയൻസിനെ ലക്ഷ്യമിടുന്ന കേരള ടൂറിസം, പ്രത്യേകിച്ച് കോവിഡിനും ഈ വയനാട് ദുരന്തത്തിനൊക്കെ ശേഷം വരുന്നത് ടൂറിസം മന്ത്രിക്കെതിരെയും വകുപ്പിനെതിരെയൊക്കെ പറയുമ്പോൾ ഇതൊക്കെ മറികടന്നുകൊണ്ട് കാര്യങ്ങൾ ആ മൈൽ സ്റ്റോൺസ് ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ വർഷം? കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യമുണ്ട്. ഞാനിപ്പോൾ പലതിലും മിണ്ടാതിരിക്കുന്നത്, വിവാദങ്ങളിൽ ഏറ്റവും അധികം ബാധിക്കുന്നൊരു മേഖല ടൂറിസം മേഖലയാണ്. വിവാദങ്ങളില്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് ടൂറിസം മേഖല. ഈ അനാവശ്യമായ വിവാദങ്ങൾ, അത് ഒരു സഞ്ചാരി ഇങ്ങോട്ട് വരുന്നത് ഇല്ലാണ്ടാവും. ഒരു വിദേശ സഞ്ചാരിയോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള അതർ സ്റ്റേറ്റിൽ നിന്നുള്ള ടൂറിസ്റ്റുകളോ വരുന്നതിന് തടസ്സമാവും. അതൊരു മന്ത്രി എന്നുള്ള നിലയിൽ നമ്മളെ ബാധിക്കുന്ന വിഷയമാണ്. കാരണം അത് ഇൻഡസ്ട്രിയെ ബാധിക്കുന്ന വിഷയം. ടൂറിസ്റ്റ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും റിസോർട്ട് ഉടമകൾ മാത്രമല്ല. നെല്ലിക്ക കച്ചവടം നടത്തുന്ന മനുഷ്യൻ മുതൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളി മുതലുള്ള ഒരു വലിയ ശൃംഖലയാണത്.
പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും. അപ്പോൾ ഇൻഡസ്ട്രിക്ക്, ടൂറിസം മേഖലയ്ക്ക് ഒരു വിവാദം ഗുണമല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് എപ്പോഴും നിന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് പല വിഷയങ്ങളിലും പ്രതികരിക്കാതിരിക്കുന്നത്. ചിലത് നമ്മൾ പ്രതികരിച്ചാൽ അതൊരു വാർത്തയായിട്ട് മാറും. അപ്പോൾ ടൂറിസം ഇൻഡസ്ട്രി ഇപ്പോൾ നല്ല നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. ടൂറിസം മേഖല കുതിക്കുന്നുണ്ട്. ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണം സർവ്വകാല റെക്കോർഡായി. വിദേശ സഞ്ചാരികളുടെ എണ്ണം വലിയ നിലയിൽ വർദ്ധിച്ചു വരുന്നു. പുതിയ ഡെസ്റ്റിനേഷനുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നു. ഉത്തരവാദിത്ത ടൂറിസം മിഷൻ വലിയ പുരോഗതി പ്രാപിക്കുകയാണ്. ഷീ ടൂറിസം പോലുള്ള പദ്ധതികൾ ലോക ശ്രദ്ധ ആകർഷിക്കുകയാണ്. ബീച്ച് ടൂറിസത്തിന് അനന്ത സാധ്യത വർദ്ധിപ്പിക്കാനാകുന്നു. അഡ്വഞ്ചർ ടൂറിസത്തിന് വലിയ പ്രാധാന്യം ഇന്ന് കേരളത്തിലുണ്ട്. നമ്മൾ പുറത്തു പോകേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാലോ, പറ്റിയ ഗ്ലാസ് ബ്രിഡ്ജിലോ ഇതിലൊക്കെ ഒന്ന് കയറണം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ടൂറിസം മേഖലയ്ക്ക് വലിയ കുതിപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ പരമാവധി വിവാദം ഒഴിവാക്കി നല്ല നിലയിൽ മുന്നോട്ട് പോവുക. അതാണ് എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. രാഷ്ട്രീയമായിട്ട് എങ്ങനെ വേണമെങ്കിലും ആക്രമിച്ചോ, പക്ഷേ ടൂറിസം മേഖലയെ ബന്ധപ്പെടുത്തി ദയവ് ചെയ്ത് അക്രമം നടത്തരുത്. വ്യക്തിപരമായിട്ട് എങ്ങനെ വേണം അടിച്ചോ, ആർക്കും കൊട്ടാനുള്ള ചെണ്ടയല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ആർക്കും കൊട്ടാനുള്ള ചെണ്ടയാണ് എന്നേ ഞാൻ പറയൂ. കാരണം അതിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം എന്തെന്ന് ഞാൻ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും കൊട്ടാം, പക്ഷേ വ്യക്തിപരമായിട്ട് എന്നെ കൊട്ടിക്കോളൂ. പക്ഷേ ടൂറിസം മേഖലയെ ബാധിക്കുന്ന നിലയിലേക്ക് ഉള്ള വിവാദങ്ങൾ, വിമർശനങ്ങൾ, പ്രചരണങ്ങൾ ദയവേത് ഒഴിവാക്കും. രാഷ്ട്രീയം മാറ്റി നിർത്തി ചോദിക്കുന്നത്, സ്ത്രീ സൗഹാർദ്ദമാണ് ടൂറിസത്തിൻ്റെ 2025 അങ്ങനെ ഒരു നയം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒറ്റയ്ക്ക് വരുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഇത് സേഫ്റ്റി ഇഷ്യൂസ് പരിപൂർണമായിട്ട് സോൾവ് ആയിട്ടുണ്ട്. നമ്മൾ അങ്ങനത്തെ റിപ്പോർട്ടുകൾ ഇപ്പോഴും വരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. അത് പരിപൂർണമായിട്ട് കേരളം സോൾവ് പരിപൂർണമായിട്ട് ഒഴിവാക്കും. പരിപൂർണമായിട്ട് ഇല്ലാതാകണം. എല്ലാ നിലയിലുമുള്ള സുരക്ഷിതത്വം സൃഷ്ടിക്കണം. ഇന്ന് കേരളത്തിൽ ഏറെക്കുറെ അതുണ്ട്. ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റ് എടുത്താൽ എന്തുകൊണ്ട് കേരളത്തിലേക്ക് കൂടുതൽ വനിതാ സഞ്ചാരികൾ വരുന്നു, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ വരുന്നു? ഇവിടെ വളരെ സേഫാണ്. എന്നാൽ മറ്റ് സ്റ്റേറ്റ് എടുത്താൽ അങ്ങനെയല്ല. എന്നാൽ നിങ്ങൾ പറഞ്ഞതുപോലെ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട സംഭവം ഉണ്ടെങ്കിൽ അതുപോലും ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കണം. ഈ പോസ്റ്റ് കോവിഡിന് ശേഷം സ്ത്രീകൾ ഒറ്റയ്ക്കുള്ള യാത്ര വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂട്ടായിട്ട് സ്ത്രീകൾ മാത്രമുള്ള യാത്ര വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള യാത്രകളെ പ്രോത്സാഹിപ്പിക്കാനും അഷ്വറൻസ് കൊടുക്കാനും നമുക്ക് പറ്റണം. സുരക്ഷിതമാണ് കേരളം എന്ന് നമുക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റണം. അപ്പോൾ പല ബീച്ചുകളും എടുത്താൽ നമുക്ക് കാണാം. അപ്പോൾ കോഴിക്കോട് ബീച്ച് എടുത്താൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, രാത്രി ഒരു 2 മണിക്ക് 3 മണിക്കൊക്കെ അവിടെ ആളുണ്ട്. ഫാമിലി ആയിട്ട് ആളുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, കുട്ടികളുണ്ട്. അങ്ങനെ ആവണം നമ്മുടെ നാട്. നമ്മുടെ നാടിന് ഒരു പ്രയാസമില്ലാതെ ഒരു മനുഷ്യന് വീട്ടിൽ രാത്രി ഇരിക്കുമ്പോൾ ഒന്ന് കുടുംബമായിരുന്നു പുറത്തിറങ്ങണം എന്ന് തോന്നണം. 2 മണിക്ക് 3 മണിക്ക് ഇറങ്ങാൻ പറ്റുമ്പോൾ അതിൻ്റെ സൗകര്യങ്ങൾ ഉണ്ടാവണം. അല്ലെങ്കിൽ ഒരു പുരുഷനോ ഒരു സ്ത്രീക്കോ എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ടാവണം. അപ്പോൾ അത് നമ്മൾ ഒരുക്കണം. അത് ഇനി എന്തെങ്കിലും എവിടെയെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നമ്മൾ പരിഹരിക്കണം. പക്ഷേ ഇന്ന് ഇന്ത്യയിൽ പരിപൂർണമായി നമുക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തി യാത്ര ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ് ഏതെന്ന് ചോദിച്ചാൽ അത് കേരളം എന്ന് പറയാൻ വേണ്ടി പറ്റും. ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളുടെ പങ്കാളിത്തം ഇതനുസരിച്ച് കൂടിയിട്ടുണ്ട് എന്ന് മന്ത്രി പറയും. അതിൽ എതിർപ്പില്ല. പക്ഷേ അപ്പോഴും ഈ ടൂറിസത്തിൻ്റെ ഈ വൈബ് മുഖം ടൂറിസം മിനിസ്റ്റർക്ക് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടാനാണെന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ട് ഒരു വശത്ത്. അല്ല, റീൽസിന് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങളുടെ ചാനലിൽ റീൽസ് ഇടുന്നില്ലേ? ഈ വിമർശിക്കുന്ന പ്രതിപക്ഷ നേതാക്കന്മാരുടെ ഫേസ്ബുക്ക് സംവിധാനങ്ങൾ എടുത്തു നോക്കൂ. റീൽസ് കൊണ്ട് ഒരു കളിയല്ലേ? റീൽസും ഷോർട്സും എന്താ ജനവിരുദ്ധമാണോ? എൻ്റെ ചോദ്യം അതാ. ജനം ആസ്വദിക്കാത്ത സംവിധാനമാണോ റീൽസും ഷോർട്സും? അല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ടൂറിസം റീൽസും ഷോർട്സും ഉണ്ടാവും. പിന്നെ ഒരു അനാവശ്യ പ്രചരണം നടന്നു. അതായത് ഉത്തരവാദിത്ത ടൂറിസം മിഷൻ്റെ ഭാഗമായി വീഡിയോകൾ ക്രിയേറ്റ് ചെയ്ത് അന്താരാഷ്ട്ര മത്സരങ്ങൾക്കൊക്കെ വിടാറുണ്ട്. ആ വീഡിയോകൾ ഒരു പ്രത്യേക ഷെഡ്യൂൾഡ് റേറ്റ് പ്രകാരമാണ് ഒരു 5-10 കൊല്ലമായിട്ട് UDF ഭരിക്കുന്ന കാലത്തൊക്കെ നിർമ്മിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചിലവ് സ്വാഭാവികമായിട്ടും നല്ല ഹൈ ക്വാളിറ്റി വീഡിയോ ആകുമ്പോൾ കൂടുതലാണ്. ആ വീഡിയോ ഒന്നും മന്ത്രിയുടെ സോഷ്യൽ മീഡിയയിൽ ഇന്നുവരെയും പോസ്റ്റ് പോലും ചെയ്തിട്ടില്ല. അതൊക്കെ പുറത്ത് അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് പങ്കെടുക്കുന്ന ഇതിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോകൾ ഒരുപാട് അംഗീകാരങ്ങളും കിട്ടിയതാണ്, അല്ലെങ്കിൽ മറ്റ് നിലയിൽ പ്രചരിപ്പിക്കാൻ പറ്റുന്നതാണ്. എന്നാൽ അത് ഇങ്ങനെ പ്രചരണം നടത്തി ഇതാ വലിയ നിലയിൽ പണം ചെലവഴിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ റീൽസും ഇൻസ്റ്റാഗ്രാമിൽ റീൽസും ഇടുന്നു. ഈ ഞാനിടുന്ന റീൽസ് എൻ്റെ കൂടെയുള്ള ആൾ വീഡിയോ അദ്ദേഹത്തിൻ്റെ മൊബൈലിലോ മറ്റോ പകർത്തിയിടുന്ന അതാണ്. അതിനൊന്നും ഒരു ചിലവുമില്ലാത്തതാണ്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ റീലൊക്കെ. പിന്നെ അത് നല്ല നിലയിൽ ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റുകൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റുകൾക്ക് ലക്ഷക്കണക്കിന് വ്യൂവേഴ്സാണുള്ളത്. വലിയ നിലയിലേക്കുള്ള ഷെയർ പോകുന്നുണ്ട്. അതിപ്പോൾ നമ്മളാരും നിർബന്ധിച്ചിട്ട് ചെയ്യുന്നതല്ല. ജനങ്ങൾ
കേരളത്തിൻ്റെ ടൂറിസം മേഖലയുടെ സൗന്ദര്യം ലോകത്തിന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും വന്ന് ഷെയർ ചെയ്യുന്നു, പ്രചരിപ്പിക്കുന്നു. അതിലെന്താ തെറ്റുള്ളത്? അത് ഇനിയും കേരളമുള്ള കാലത്തോളം, അന്നിപ്പോൾ റീൽസ് ഷോർട്സ് ഒന്നും ആയിരിക്കില്ല, പുതിയ സംവിധാനമായിരിക്കും നമ്മൾ ഉപയോഗിക്കണം. ഈ റീൽസിൻ്റെ വിമർശനം ഉയർത്തുന്ന പ്രതിപക്ഷത്തിനകത്ത് റീൽസുമായി ബന്ധപ്പെട്ട് അകത്തൊരു പുകച്ചിലൊക്കെ ഉണ്ടെന്നുള്ള വാർത്തകളൊക്കെ പുറത്തൊക്കെ ഉണ്ട്. ഞാൻ മിനിസ്റ്ററോടായിട്ടല്ല ചോദിക്കുന്നത്, ഇടതുപക്ഷത്തെ ഒരു യുവ നേതാവ് എന്ന രീതിയിൽ അവിടെയുള്ള ഒരു സീനിയർ ജൂനിയർ വിഷയങ്ങൾ റീൽസുമായിട്ട് ബന്ധപ്പെട്ട് അതെങ്ങനെയാണ്? ഞാനതിനെ അങ്ങനെ ഒരു ഇതായിട്ട് കാണുന്നില്ല. നമ്മൾ സാമൂഹിക പ്രവർത്തകർ മുൻഗണന കൊടുക്കേണ്ടത്, അത് പ്രതിപക്ഷമോ ഭരണകക്ഷിയോ എന്നൊന്നുമില്ല കേട്ടോ, UDF, LDF, BJP എന്നൊന്നും ഇല്ലാതെ ഞാൻ പറയുന്നത്, സാമൂഹിക പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ മുൻഗണന കൊടുക്കേണ്ടത് സോഷ്യൽ മീഡിയക്കല്ല. രാഷ്ട്രീയ പ്രവർത്തകർ മുൻഗണന ചവിട്ടേണ്ട മണ്ണ് ചവിട്ടിയിട്ടാണ്. നാട്ടിലെ ജനത്തിനൊരു പ്രയാസം വന്നാൽ ഓടിയെത്താനും അവർക്ക് എപ്പോൾ വേണമെങ്കിലും ആക്സസിബിൾ ആകാനും പറ്റുന്ന നിലയിലായിരിക്കണം നമ്മൾ. അതാണ് പ്രഥമ പരിഗണന. അതാണ് ഏറ്റവും വലിയ ഒരു സാമൂഹിക പ്രവർത്തന പരിഗണന. നമ്മളെ ആരെങ്കിലും നിർബന്ധിച്ചിട്ട് നമ്മൾ ഇറങ്ങുന്നതല്ലല്ലോ രാഷ്ട്രീയ പ്രവർത്തനത്തിന്. നമ്മളൊരു ആശയത്തിൻ്റെ ഭാഗമായി സാമൂഹിക പ്രവർത്തനം തിരഞ്ഞെടുക്കുന്നത്. അത് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നാടിന് വേണ്ടിയിട്ടാണ്, നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നാട്ടിലെ മുതിർന്ന നേതാക്കന്മാർ ആവശ്യത്തിൽ പറയുന്നതിൽ കാര്യമുണ്ട് എന്നാണ് ഞാൻ. അല്ല ഞാൻ അങ്ങനെ അതിനെ കാണുന്നില്ല. ഞാനത് കൂട്ടിച്ചേർത്ത് പറയാം. അപ്പോൾ പ്രഥമ പരിഗണന ഈ ഒരു ഇടപെടലാണ്. പിന്നെ നമ്മുടെ സാധ്യതകൾ ഉപയോഗിക്കണം. പണ്ടില്ലാത്ത സാധ്യതകൾ ഇന്നുണ്ട്, ഇന്നില്ലാത്ത സാധ്യതകൾ നാളെ ഉണ്ടാവും. നാളത്തെ രാഷ്ട്രീയ പ്രവർത്തകർ ആ സാധ്യതകൾ ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ അത് തെറ്റെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം ചേർന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനം. പ്രഥമ പരിഗണന കൊടുക്കേണ്ടത്, ഒരു സംശയം വേണ്ടതില്ല, ജനകീയമായി ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ടാണ്. ഞാൻ അതിലേതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആഭ്യന്തര പ്രശ്നത്തിൽ കടന്ന് അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് എൻ്റെ ഒരു വ്യൂ ആണ് ഞാനിവിടെ പറഞ്ഞത്. ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ജ്യോതി മൽഹോത്ര വിവാദം വന്നപ്പോൾ രാഷ്ട്രീയമായിട്ട് പ്രതികരിക്കാമായിരുന്നു, പക്ഷേ അങ്ങനെ വേണ്ട എന്ന് കരുതി വളരെ മൈൽഡായിട്ട് ആ റെസ്പോൺസ് നിർത്തായിരുന്നു. അതെന്തുകൊണ്ടാണ്? രാഷ്ട്രീയമായി പ്രതികരിക്കുക നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. അതായത് പലതരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെയാണ്. വലിയൊരു ആക്രമണമൊക്കെ അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അത് വന്ദേ ഭാരത് യാത്രയിലെത്തിയപ്പോൾ അതിന്റെ പിക്ചർ മാറുകയും ചെയ്തു. പക്ഷേ അതിൽ തിരിച്ചടിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. തിരിച്ചടിക്കാനുള്ള ബമ്പറാണ് അടിച്ചത്. പക്ഷേ അതിനൊന്നും നിൽക്കുന്നില്ല. എന്താ വെച്ചാൽ അതും ഞാൻ പറഞ്ഞുതരാം. അത്തരം വിവാദങ്ങളും ടൂറിസം മേഖലയ്ക്ക് ഗുണമല്ല ചെയ്യുക. അതായത് കേരളം ചാരന്മാരെ സംരക്ഷിക്കുന്നവരുടെ കൂടാരമാണ് എന്നാണല്ലോ ആ പ്രചരണത്തിൻ്റെ ഒരു ആംഗിൾ. കേരളത്തിലെ ഒരു മന്ത്രി തന്നെ ചാരന്മാരെ സംരക്ഷിക്കുന്നയാളാണ്. അതിന് വേറെ ചില നിറം കൂടി നൽകാൻ ശ്രമിച്ചു. അപ്പം അങ്ങനെയുള്ളൊരു വിവാദം തുടർന്ന് പോകുമ്പോൾ അത് എങ്ങനെ ആയിക്കോട്ടെ, അതിൻ്റെ വസ്തുത ജനത്തിന് അറിയാം. ഇതൊന്നും മന്ത്രി അറിഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ നേരിട്ട് അറിഞ്ഞിട്ട് ഒരാളിത് ചെയ്യില്ല എന്ന് സാമാന്യ ബോധമുള്ള ആരും ചിന്തിക്കുന്നതാണ്. പിന്നെ എന്തിനീ വിവാദം? ഇപ്പോൾ കേരള സ്റ്റോറി സിനിമ ഇറങ്ങി. സിനിമ കണ്ട ഒരു മലയാളിയും അംഗീകരിക്കില്ല ഇത് കേരളത്തിൽ നടക്കുന്നതാണ്. പക്ഷേ പുറത്ത് നടന്ന പ്രചരണം എന്താ? ഞാൻ മനസ്സിലാക്കുന്ന ഇന്ത്യയിലെ ചില സ്റ്റേറ്റിൽ ഹൗസ്ഫുള്ളായിട്ട് അത് ഓടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ശരിയല്ല എന്ന് തോന്നുന്നത് പുറത്ത് ഇതെന്തൊക്കെയോ ഉണ്ട് എന്ന് തോന്നുന്നു. നാഷണൽ മീഡിയാസ് ഈ വിഷയത്തെ എങ്ങനെയാണ് എടുത്തത്? നാഷണൽ മീഡിയാസ് ഈ വിഷയത്തെ വലിയ നിലയിലേക്ക് എടുത്തു. വ്യക്തിപരമായി നമ്മളെ ചേർത്തുകൊണ്ട് വലിയ പ്രചരണം നടന്നു. ഇതിൻ്റെ ഭാഗമായി കേരളത്തിലേക്ക് വരാൻ ആഗ്രഹിച്ച ഒരു ടൂറിസ്റ്റ് വരുമോ ഇല്ലയോ? ഇതാണ് പോയിൻറ്റ്. കേരളത്തിലേക്ക് വരാൻ ആഗ്രഹിച്ച ഒരു വിദേശ സഞ്ചാരി ഇത് അടിച്ചു നോക്കുമ്പോൾ കേരളം ഇങ്ങനെ ഒരു മന്ത്രി തന്നെ ഇതിന് നേതൃത്വം കൊടുക്കുന്നു, ഇങ്ങനെ കുഴപ്പമുണ്ടോ, ഇങ്ങനെയുള്ള പ്രശ്നമായിട്ട് വരുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റിലുള്ളവർ ഇങ്ങനെ കാണുന്നു. അപ്പം അങ്ങനെയുള്ളൊരു പ്രശ്നത്തിൽ കിട്ടിപ്പോയി, വന്ദേ ഭാരത് ഒന്ന് കൊടുക്കാം എന്ന് കരുതുന്ന നിലയിലേക്കുള്ള ഇടുങ്ങിയ മനസ്സല്ല ഞങ്ങളുടെ മനസ്സ്. പിന്നെ വിശാലമായിട്ടാണ് കാണുന്നത്. വിശാലമായി കാര്യങ്ങൾ കാണുക എന്നുള്ളതാണ് പ്രധാനം. ഇതിനകത്ത് ഈ ജ്യോതി മൽഹോത്ര അടക്കമുള്ളവരെ തെരഞ്ഞെടുത്ത ഏജൻസി ആയിട്ട് ബന്ധപ്പെട്ട് അതിലൊരു വ്യക്തത കുറവുണ്ടെന്നുള്ളൊരു വിലയിരുത്തലുകളുണ്ടായിരുന്നു സർക്കാർ. പക്ഷേ അതിലൊരു ക്ലാരിറ്റി വരുത്താണ്. അതായത് എത്രയോ കാലത്ത് ടൂറിസം വകുപ്പ് അങ്ങനെയാണ് ചെയ്യുന്നത്. UDF ഭരിക്കുന്ന കാലത്തും ഞങ്ങൾ ഭരിക്കുന്ന കാലത്തും ഒക്കെ തന്നെ എങ്ങനെയാണോ ഏജൻസികൾക്ക് അധികാരം നൽകിയിട്ടുള്ളത് ആ അധികാരമാണ് അവർക്കുള്ളത്. ഇങ്ങനെ ഒരു വ്യക്തി ഇത്തരം കുഴപ്പം പിടിച്ച ആളാണ് എന്ന വിവരം ഉണ്ടായിട്ടും ഏജൻസി കൊണ്ടുവരികയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് കേരളത്തിൽ വന്ന് മാസങ്ങൾ കഴിഞ്ഞ് നടന്ന ഒരു സംഭവം. ആ സംഭവത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇനി
കേരളത്തിൽ വരുന്നതിന് മുൻപാണ് ഈ സംഭവം. ആ വിവരം നമ്മളെ അറിയിക്കേണ്ടതാരാ, ഈ ഏജൻസി അറിയിക്കേണ്ടതാരാ? ദേശീയ തലത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട വിഭാഗങ്ങളാണ്. അങ്ങനെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ ഇവരിതാ ഇങ്ങനെ സാധ്യതയും സംശയമുള്ളവരാണെന്നുള്ള വിവരവും കിട്ടിയിട്ടില്ല ഏജൻസിക്ക്. അപ്പോൾ അത് അവരെത്രയോ പേരെ, ഇവരെ മാത്രമല്ല വിളിച്ചത്, ഒരുപാട് പേരെ വിളിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് പേരെ വിളിക്കാനുണ്ട്. മുമ്പ് ഒരുപാട് പേരെ വിളിച്ചിട്ടുണ്ട്. അത് UDF ഭരിക്കുന്ന കാലത്ത് എങ്ങനെയാണോ അതാണ് തുടരുന്നത്. മറ്റ് സ്റ്റേറ്റുകളിൽ ഇപ്പോൾ എങ്ങനെയാണോ അതാണ് തുടരുന്നത്. ഇവരാണെങ്കിൽ കേരളത്തിൽ മാത്രമല്ല വന്നിട്ടുള്ളത്, BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ പോയിട്ടുണ്ട്, കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊന്നുമുള്ള ടൂറിസം മന്ത്രി രാജിവെക്കണമെന്ന് BJP ദേശീയ നേതൃത്വം പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് കേരളത്തിൽ മാത്രമുള്ള ടൂറിസം മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞു? ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ഊഹിച്ചാൽ മതി. അത് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയും മറ്റു പല നിറങ്ങൾ നൽകാനുള്ള ശ്രമമാണ്. ഈ മറ്റു പല നിറം എന്ന് പറയുന്നത് ഈ രാജ്യദ്രോഹ കുറ്റം നടത്തിയ ഒരാളെ സംരക്ഷിക്കുക, മന്ത്രി നേരിട്ട് സംരക്ഷിക്കുക, ഈ തരത്തിലൊക്കെയൊക്കെ ഉള്ള പ്രചാരണങ്ങളൊക്കെ ചാനൽ ചർച്ചകളിലൊക്കെ വരുകയുണ്ടായി. ഒരു വർഗീയത പോലും കലർത്തിക്കൊണ്ട് ഇത് എവിടേക്കാണ് പോകുന്നത് വിവാദം എന്ന തരത്തിലേക്കൊക്കെ പിറകിൽ വല്ല അജണ്ട? തീർച്ചയായിട്ടും നാഷണൽ മീഡിയാസിന്റെ പ്രചരണ നിലയിൽ തന്നെയായിരുന്നു. അല്ല, അതിൽ അങ്ങനെ ഒരു അജണ്ട അതിനകത്ത് വർക്കൗട്ട് അല്ല, അത് നമുക്ക് ഊഹിക്കാലോ എന്താണ് അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ താല്പര്യം എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതാണ്. പക്ഷെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ മനസ്സിലാക്കുന്നവരാണ്. കേരളത്തിലെ ജനങ്ങൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നവരാണ്. ഓരോരുത്തരൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, കാര്യങ്ങൾ മനസ്സിലാക്കിയ നിലപാട് പറയുന്നതൊക്കെ ജനം അറിയുന്നതാണ്. ജനത്തിന് നമുക്ക് വിട്ടുകൊടുക്കാമെന്ന് ഇത്തരം കാര്യങ്ങൾ. ഈ വിഷയങ്ങൾ വന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് പക്ഷേ സർക്കാരിന് അനുകൂലമായിട്ടൊരു നിലപാടെടുത്തു. BJP ഈ പ്രചാരണം നടത്തിയ സമയത്തും അങ്ങനെ പ്രതിപക്ഷം പറയുന്നത് ഞങ്ങൾ വികസനപരമായിട്ട് സർക്കാരിനൊപ്പമാണ് നിൽക്കുന്നത്. അതിപ്പോൾ ടൂറിസം ആണെങ്കിലും ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് ആയാലും ഇതൊക്കെ നേരത്തെ CPM തോന്നിക്കൂടായിരുന്നോ എന്ന് കോൺഗ്രസ് ചോദിക്കുന്നൊരു സാഹചര്യമുണ്ട്. അല്ല, ഈ വിഷയത്തിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ മഹാഭൂരിപക്ഷവും അസംബന്ധമാണതെന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ഒരു മന്ത്രിയെ വെറുതെ ഇതിൽ ക്രൂശിക്കാനുള്ള ശ്രമമാണെന്നാണ് ചിന്തിച്ചത്. അതിന് വിരുദ്ധമായി ഒരു പ്രതിപക്ഷ നേതാവിന് നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ? കാരണം പ്രതിപക്ഷ നേതാവ് പ്രവർത്തിക്കുന്നത് പ്രതിപക്ഷ മുന്നണിയെ ശക്തിപ്പെടുത്താനാണ്, ദുർബലപ്പെടുത്താനല്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായി പ്രതിപക്ഷ നേതാവ് അതിൽ വളരെ തൻ്റെ മുന്നണിക്ക് കോട്ടം തട്ടരുത് എന്നുള്ള നിലപാട് അവിടെ സ്വീകരിച്ചു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. BJPയുടെ നേതാക്കന്മാർ പ്രവർത്തിക്കുന്നത് നാട്ടിൽ മതവർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാനാണ്. BJPയുടെ ചില നേതാക്കന്മാർ അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രസ്താവന ദേശീയ തലത്തിലുള്ളവരും സംസ്ഥാന തലത്തിലുള്ളവരും നടത്തിയത്. അവരും അതിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. പ്രതിപക്ഷ നേതാവ് ഇതിൽ ഒരു മയപ്പെട്ടതാണെങ്കിലും പലപ്പോഴും സർക്കാരിനെതിരെയൊക്കെ വളരെ കർക്കശമായിട്ടുള്ള നിലപാട് കോൺഗ്രസിലെ മറ്റ് നേതാക്കന്മാരും പ്രതിപക്ഷ നേതാവും പറയുന്നതിനകത്ത് ഇത് അതുപോലും ചെറിയൊരു സംശയം ഉള്ള രീതിയിൽ പ്രതിപക്ഷ നേതാവ് മാത്രം കർക്കശമായൊരു നിലപാട് സ്വീകരിക്കുന്നു. അങ്ങനെ നിങ്ങൾ കാണുന്നുണ്ടോ? മുമ്പ് രമേശ് ചെന്നിത്തലയും അതുപോലെ വിമർശനങ്ങൾ ഉന്നയിച്ച ആളാണ്. പക്ഷേ ഈ 5 വർഷം അതിൽ വ്യത്യാസം അല്ല, നമ്മൾ വ്യക്തികളെ എടുത്ത് മാറ്റേണ്ട. അവർക്കൊരു രാഷ്ട്രീയ അജണ്ട ഉണ്ടല്ലോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 9 വർഷം 9.5 വർഷമാകാൻ പോകുന്നു പ്രതിപക്ഷത്താണ്. അവർക്ക് ഇനി പ്രതിപക്ഷത്തിരിക്കുന്നത് ആലോചിക്കാൻ പറ്റില്ല. അവരൊക്കെ ഈ ഭരണത്തിൻ്റെ ഭാഗമായി ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. ഭരണത്തിൻ്റെ സൗകര്യവും സുഖവും അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില്ലറ സാധ്യതകളും ജീവവായുവായി ശ്വസിച്ച് ജീവിക്കുന്നവരാണ്. ഇപ്പം തന്നെ അത്ഭുതമാണ് ഇത്രയും കാലം ഇങ്ങനെ അവരൊക്കെ ജീവിച്ചു എന്നുള്ളത്. ഏകദേശം ഒരു വെന്റിലേറ്ററിലായ മാലയാണ് അവരുടെയൊക്കെ ജീവിതം. അപ്പോൾ ഇനിയും ഭരണമില്ലാത്തത് ആലോചിക്കുക എന്ന് പറഞ്ഞാൽ കുറേ രാഷ്ട്രീയ ശവക്കുഴി, ഞാൻ വേറെ തെറ്റിദ്ധരിക്കേണ്ട, രാഷ്ട്രീയ ശവക്കുഴി ഈ നാട്ടിൽ ആവശ്യം വരും. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും ഭരണത്തിലെത്തണം. എന്നാലേ ഈ പറഞ്ഞതുപോലെ അഴിമതിയും മറ്റും ഒക്കെ നടത്താൻ പറ്റൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി എങ്ങനെയൊക്കെ അക്രമം നടത്തണമോ, എങ്ങനെയൊക്കെ പ്രസ്താവന ഇറക്കണോ അതൊക്കെ അവർ നടത്തും. അത് X or Y, ഇന്നയാൾ നല്ലത് ഇന്നയാൾ മോശം എന്നൊന്നും പറഞ്ഞ് വേർതിരിക്കാൻ പറ്റില്ല. ഓരോരുത്തർ അവരുടെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. ഇടതുപക്ഷം അങ്ങനെ പറഞ്ഞാലും നിലമ്പൂരിലെ വിജയമൊക്കെ UDFന് കിട്ടിയൊരു വല്ലാത്തൊരു ബൂസ്റ്റ് ഉണ്ട്. അത് ഒരു വശത്ത് നിൽക്കുന്നു. അതിനൊപ്പം BJP ഭയങ്കര വലിയ പ്രതീക്ഷ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ കാണുന്നു. അങ്ങനെ ശരിക്കും എത്ര പ്രതീക്ഷയുണ്ട്? ഒരു 3-ാം ഊഴം എന്ന് പറയുന്നത് അത് പ്രാക്ടിക്കലായിട്ടുള്ള 3-ാം ഊഴം പ്രാക്ടിക്കലാണ്. കാരണം ഒന്ന് ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുടങ്ങാതിരിക്കാൻ, പെൻഷൻ കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ, സർക്കാർ ആശുപത്രിയിൽ ഇപ്പോഴുള്ള സംവിധാനങ്ങൾ നിലനിൽക്കണമെങ്കിൽ, സർക്കാർ സ്കൂളുകളിൽ ഈ സൗകര്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ,
നല്ല വികസനം നാട്ടിലുണ്ടാവണമെങ്കിൽ, അഴിമതിയില്ലാത്ത ഭരണം ഉണ്ടാവണമെങ്കിൽ ഇടതുപക്ഷം വേണം എന്ന് ജനം കരുതുന്നുണ്ട്. പിന്നെ തമ്മിൽ തല്ലും, ഗ്രൂപ്പ് പോരും, ആരാണ് വലുതെന്നുള്ള ചർച്ചയും തർക്കവും ഇതൊക്കെ UDF ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇന്നൊക്കെ വ്യത്യസ്തമാണ് ഇടതുപക്ഷം. അതുകൊണ്ട് ഇടതുപക്ഷം തന്നെ ഭരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ നിങ്ങൾ പറഞ്ഞ നിലമ്പൂർ, മലബാർ എടുത്ത് പരിശോധിച്ചാൽ മലബാറിൽ കോൺഗ്രസ്സിന് സംഘടന അടിത്തറ നല്ല നിലയിലുള്ള മണ്ഡലങ്ങളിൽ ഒന്ന് നിലമ്പൂരാണ്. അവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയ വോട്ട് 29,000. ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയ വോട്ട് 67,000. 37,000 വോട്ട് വർദ്ധിച്ചു. നിങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 140 നിലമ്പൂർ മാറ്റി 139 നിയമസഭാ മണ്ഡലത്തിലും ഞങ്ങൾക്ക് ലഭിച്ച വോട്ടിൽ ഇതേപോലെ ഓരോ മണ്ഡലത്തിലും 37,000 കൂട്ടേണ്ട, ഒരു 30,000 കൂട്ടിയിട്ട് നോക്ക്. കേരളത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൻ്റെ മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നിലമ്പൂരായതുകൊണ്ടാണ് ഇത് ഇത്രത്തോളം ഇങ്ങനെ മനസ്സിലാക്കാതെ പോകുന്നത്. അപ്പോൾ കേരളത്തിലെ 139 നിയമസഭാ മണ്ഡലങ്ങളിലും ഒരു വർഷം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 30,000-ഓ 37,000-ഓ വോട്ട് LDF വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എന്താകും ഫലം? ഇങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. ഇത് പ്രതിപക്ഷം മനസ്സിലാക്കുന്നുണ്ട്. പ്രതിപക്ഷം അതുകൊണ്ട് തന്നെ നിലമ്പൂർ ആകെ എല്ലാമായി എന്ന് പറയാതിരിക്കുന്നതിൻ്റെ കാരണം ഈ വസ്തുത മനസ്സിലാക്കിയിട്ടാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ ഓരോ നിലയിലാണ് വോട്ട് ചെയ്യുക. അത് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. അമിത ആത്മവിശ്വാസം ഞങ്ങൾക്കില്ല. പക്ഷേ ഞങ്ങൾ നല്ല നിലയിൽ തന്നെ വീണ്ടും അധികാരത്തിൽ വരും. LDFൻ്റെ ഭരണം ഉണ്ടാകും. അതിൽ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ബി ജെ പിയുടെ വോട്ട് വർദ്ധിക്കുന്നതിനനുസരിച്ച് UDFന് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നു. കാരണം UDF ശക്തമായി BJPക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നില്ല. തിരുവനന്തപുരത്തൊക്കെ പക്ഷേ ഇടത് കോട്ടയെന്നാണ്. അല്ല, അത് നമ്മൾ പൊതുവെ എടുത്ത് പരിശോധിച്ചാൽ കാണാം. വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ UDFന് വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. മലബാറിലെ ന്യൂനപക്ഷ വോട്ടുകൾ അതുമായിട്ട് ബന്ധപ്പെട്ടും ചില സ്ട്രിങ് എലിമെന്റ്സ് ശക്തമാകുന്നത് കാഴ്ചയൊന്നും ഇടതുപക്ഷം കാണുന്നില്ല. അല്ല, മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഒരു തരത്തിലുള്ള മതവർഗീയതയും അപകടകരമായ ചില പ്രവണതകളും വളർത്താനും സൃഷ്ടിക്കാനും ശ്രമിക്കുന്നുണ്ട്. അതിനെ നമ്മൾ ചെറുക്കേണ്ടതുണ്ട്. അത് ആത്യന്തികമായി BJPയുടെ വളർച്ചയ്ക്ക് സഹായകരമാവുകയുള്ളൂ. എന്നാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ മഹാഭൂരിപക്ഷം ഇതിനെതിരാണ്. മുസ്ലിം സംഘടനകൾ ഇതിനെതിരാണ്. മുസ്ലിം കമ്മ്യൂണിറ്റി പൊതുവേ മതവർഗീയവാദത്തിനെതിരാണ്. ഒരു മതരാഷ്ട്രവാദത്തിനെതിരെ മറ്റൊരു മതരാഷ്ട്രവാദം ഉയർത്തുന്നത് തെറ്റാണെന്നാണ് മഹാഭൂരിപക്ഷം മുസ്ലിം ജനസാമാന്യവും പറയുന്നത്. അപ്പോൾ അത് ഉയർത്തുന്നവരെ ശക്തിയുക്തം എതിർക്കാൻ ആ സമുദായം തന്നെ വരുന്നുണ്ട്. ഇത് തന്നെയാണ് അല്ല മുസ്ലിം ലീഗ് ഇവരൊക്കെ പ്രതിരോധിക്കുന്നതിൽ മുസ്ലിം ലീഗ് അല്ല UDF പൊതുവേ ദുർബലമാകുന്നു. UDF പൊതുവേ ഇത്തരം വിഷയങ്ങളിൽ ഏത് മതവർഗീയ പ്രസ്ഥാനത്തിനെതിരെയാണ് UDF നിലപാടെടുക്കുന്നത്? വോട്ട് കിട്ടുന്നുണ്ട് പോരട്ടെ എന്നുള്ള നിലപാടല്ലേ? ചില്ലറ വോട്ട് വന്നോട്ടെ എന്നുള്ള നിലപാടാണ് പൊതുവേ UDF എടുക്കുന്നത്. അഴിമതിയുടെ കാര്യത്തിൽ ഭരിക്കുന്ന സമയത്ത് എടുത്തതുപോലെ തന്നെ ചില്ലറയാണ്. അല്ല, ഞാൻ ഈ പ്രവണതയെക്കുറിച്ച് പറയാൻ കാരണം ഇത് ശക്തമാകും, മറുവശത്ത് മറ്റൊരു ശക്തി വരികയും ചെയ്യും. പക്ഷെ അത് അത്രയും ആത്മാർത്ഥതയോടെ CPM ഞങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങൾ വളരെ ആത്മാർത്ഥമായി കണ്ടുകൊണ്ട് മതവർഗീയത ശക്തമായി എതിർക്കുന്നുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ BJP കൂടുതൽ അപകടകരമായി ഞങ്ങൾ കാണുന്നു. എന്നാൽ അതുപോലെ തന്നെ ഭൂരിപക്ഷ വർഗീയതയെ ചെറുക്കാൻ ന്യൂനപക്ഷ വർഗീയത ശക്തിപ്പെടുത്തുക എന്നുള്ള ആശയം അപകടകരമാണ്. അത് ഭൂരിപക്ഷ വർഗീയത വളരാനേ സഹായകരമാകൂ എന്നുള്ള കൃത്യമായ കാഴ്ചപ്പാട് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഇരുമതരാഷ്ട്രവാദത്തെയും ഇരുമതവർഗീയവാദത്തെയും ഞങ്ങൾ ശക്തിയുക്തം എതിർക്കും. ആരാണ് നിയമസഭയിലെ വൈസ് ക്യാപ്റ്റൻ എന്നുള്ളൊരു ചോദ്യം മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്. അതായത് CPMനകത്ത് ഒരു മൂപ്പളം തർക്കമുണ്ടോ എന്നുള്ള ചില വാർത്തകളും ഒക്കെ പല ചർച്ചകളൊക്കെ ഇടയ്ക്ക് നടക്കാറുണ്ട്. അങ്ങനെ ഒരു വൈസ് ക്യാപ്റ്റൻ ശരിക്കും നിയമസഭയിലുണ്ട്? അല്ല, അതൊക്കെ അനാവശ്യമായ ചർച്ചയാണ്. നമ്മൾ അനാവശ്യമായ ചർച്ചകൾ സൃഷ്ടിച്ച് വലതുപക്ഷ രാഷ്ട്രീയ കക്ഷികൾ പോലെയാണ് ഇടതുപക്ഷം ഒന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് പൊതുവേ നടത്തുന്നത്. ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ ഈ വൈസ് ക്യാപ്റ്റൻ, ആ പദം തന്നെ ഒരു ഇടതുപക്ഷത്തിന് ചേർന്നതാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ക്യാപ്റ്റൻ എന്നോ വൈസ് ക്യാപ്റ്റൻ എന്നോ പദം ഇടതുപക്ഷത്തിന് ചേർന്നതല്ല. ഇപ്പോൾ കേരളത്തിൻ്റെ നിങ്ങളത് പറയാൻ കാരണം മുഖ്യമന്ത്രിയെ ക്യാപ്റ്റൻ എന്ന് അത് നമ്മൾ അങ്ങനെ സ്മാർട്ട് റോഡുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്ന സമയം അല്ല, അതിലൊന്നും അല്ല. ഞാൻ പറയാം, ഈ ക്യാപ്റ്റൻ എന്നുള്ള പദമൊന്നും ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെന്നുള്ളതിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട സാധനമല്ല. ആ പദപ്രയോഗത്തിനോട് എനിക്ക് യോജിപ്പ് പൊതുവേ ഇല്ല. ക്യാപ്റ്റൻ എന്നുള്ള പദം സഖാവ് പിണറായി വിജയൻ ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി നമ്മുടെ സഖാവായി പ്രസ്ഥാനത്തെ നയിക്കുകയാണ്.
വൈസ് ക്യാപ്റ്റൻ അങ്ങനെ ഒരു ആരുമില്ല, അങ്ങനെ നിയമസഭയിൽ അങ്ങനെ പറയേണ്ട കാര്യമേ ഇല്ല. അല്ല, ഞാൻ പറയുന്ന ഈ പദം ക്യാപ്റ്റൻ എന്നുള്ള പദം വന്നുകൊണ്ടാണല്ലോ വൈസ് ക്യാപ്റ്റൻ. അങ്ങനെ ഒരു പദത്തിൻ്റെ ആവശ്യം നമുക്കില്ല. നമ്മളൊരു രാഷ്ട്രീയം, ഒരു നയവും പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നവരാണ്. വലതുപക്ഷ പ്രസ്ഥാനം പോലെയല്ല ഇടതുപക്ഷ പ്രസ്ഥാനം എന്നുള്ളത് പൊതുവേ മനസ്സിലാക്കണം. നമ്മൾ പൊതുവേ ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഇത്തരം പ്രചരണങ്ങൾ നമ്മൾ അങ്ങനെ കണ്ടാൽ മതി. അതൊക്കെ വളരെ ബോധപൂർവമായി നടക്കുന്ന പ്രചരണം. ഈ രണ്ടാം നിരയിൽ അങ്ങനെ ഒരു മൂപ്പിളമ തർക്കം ഈ വെറും ഭാവനാ സൃഷ്ടി മാത്രമാണ്. അല്ല, ഞാൻ പറഞ്ഞ അതിനൊക്കെ മറുപടി പറയുന്നത് തന്നെ എന്താ പറയുക, അനാവശ്യമാണ്. അത് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ഒരു എന്താ പറയുക, എന്താണ് ഞങ്ങളുടെ പ്രസ്ഥാനം എന്ന് മനസ്സിലാക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ്. സഖാക്കളും ഞങ്ങളും തമ്മിലുള്ള മാനസിക ഐക്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിപ്പോൾ നിങ്ങളുടെ ക്യാമറ കൊമ്പിൽ കെട്ടിപ്പിടിച്ച് ചുംബന മത്സരം നടത്തിയിട്ടാണ് വ്യക്തിബന്ധം തെളിയിക്കേണ്ടത് എന്ന് കരുതുന്നയാളല്ല ഞാൻ. അത് ഞങ്ങളുടെ ഓരോ സഖാവും ഞങ്ങളുടെ മനസ്സിലാണ്. അത് മന്ത്രിസഭയിലുള്ള സഹപ്രവർത്തകരായ സഖാക്കളായിക്കൊള്ളട്ടെ, സംഘടനയിലുള്ള സഹപ്രവർത്തകരായിട്ടുള്ള വ്യക്തികളായിക്കൊള്ളട്ടെ, ഞങ്ങളുടെ മനസ്സിലാണ്. ഞങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ അവയവം പോലെയാണ്. വിരൽ പോലെ, കണ്ണ് പോലെ, ചെവി പോലെ, തല പോലെ, ശരീരത്തിൻ്റെ ഒരു അവയവം പോലെയാണ് ഞങ്ങളുടെ പാർട്ടി കേഡർമാർ ഞങ്ങൾക്ക്. അപ്പോൾ ഞാൻ അതൊക്കെ ജനം വിലയിരുത്തേണ്ട കാര്യമാണ്. ഇന്നിപ്പോൾ കെട്ടിപ്പിടിച്ച് ചുംബന എന്താ പറയുക മത്സരം നടത്തിയ ഐക്യം പ്രകടിപ്പിക്കേണ്ട ഗതികേടിലേക്കൊന്നും ഇടതുപക്ഷത്തിന് പോകേണ്ട ആവശ്യമില്ല എന്നേ എനിക്കിതിൽ പറയാനുള്ളൂ. അപ്പോൾ ശരീരത്തിലൊരു അവയവം, ആ അവയവത്തിനൊരു കോട്ടം തട്ടാൻ ആരെങ്കിലും ആഗ്രഹിക്കും? നിങ്ങൾ ആഗ്രഹിക്കും, ഞാൻ ആഗ്രഹിക്കും. എൻ്റെ ചെവിക്ക് നല്ല വേദന വന്ന് ചെവിയാകെ തകർന്നു പോട്ടെ എന്ന് ഞാൻ കരുതുമോ? എൻ്റെ കണ്ണ് കേടായിക്കൊള്ളട്ടെ എന്ന് ഞാൻ കരുതുമോ? ചെവി കണ്ണിനെന്തേലും പറ്റട്ടെ എന്ന് കരുതുമോ? കൈ കാലിനെന്തേലും പറ്റട്ടെ എന്ന് കരുതുമോ? അങ്ങനെ കരുതില്ല. അപ്പോൾ ശരീരത്തിലെ അവയവം പോലെയാണ് ഞങ്ങൾക്ക് സഖാക്കൾ. അത് മന്ത്രിസഭയിലുള്ളവരായാലും ശരി, സംഘടനാ രംഗത്തുള്ളവരായാലും ശരി. അപ്പോൾ അതൊക്കെ വെറുതെ പ്രചരിപ്പിച്ച് സമയം കളയാൻ ആരും മെനക്കെടേണ്ടതില്ല. മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെതിരെ ആരോപണം വരുമ്പോൾ മറ്റ് മന്ത്രിമാരോ മറ്റ് നേതാക്കന്മാരോ ഇതുപോലെ പ്രതികരിച്ച് അങ്ങനെ നമ്മൾ കാണേണ്ടതില്ല. ഒക്കെ എല്ലാവരും പ്രതികരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളതിനെ അങ്ങനെ കാണേണ്ടതില്ല. നമ്മളെ ഏൽപ്പിച്ച പണി ചെയ്യണം. ഇപ്പോൾ പാർട്ടി തന്നെ നമ്മൾ മന്ത്രിമാരോട് പറയുന്ന കാര്യം രാഷ്ട്രീയമായ പ്രതികരണങ്ങൾ ശക്തമായി നടത്തണം. അത് നടത്തി മുന്നോട്ട് പോകണം. അത് ഞങ്ങൾ നടത്താറുണ്ട്, ഞങ്ങൾ ഇനിയും നടത്തും. തീർച്ചയായിട്ടും. നന്ദി മിനിസ്റ്റർ. ഏതായാലും വളരെ നന്ദി. താങ്ക് യു.